തുടർച്ചയായി ഉണ്ടാകുന്ന കടലാക്രമണത്തിൽ കൊച്ചി ചെല്ലാനം ചെറിയ കടവ് ഭാഗത്ത് വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. വീടുകളുടെ അടിത്തറ കടലെടുത്തതോടെ എപ്പോൾ വേണമെങ്കിലും നിലംപൊത്താവുന്ന സാഹചര്യമാണ് ഉള്ളത്. എബിൻ ജോസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കടലാക്രമണത്തിൽ വ്യാപക നാശനഷ്ടമുണ്ടായ ചെല്ലാനം ചെറിയ കടവ് ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കഴിഞ്ഞ 2-3 ദിവസമായി ഉണ്ടാകുന്ന കടലാക്രമണത്തിൽ വീട് അടിത്തറ വരെ ഇളകിയ സാഹചര്യമാണുള്ളത്. പ്രധാനമായും കടൽഭിത്തി ഉണ്ട്, പക്ഷേ എങ്കിൽ പോലും ഈ കല്ലുകൾ കൃത്യമായ രീതിയിൽ ഇല്ലാത്തതാണ് ഈ വീടുകളിലേക്ക് വെള്ളം കയറാനുള്ള സാഹചര്യമുണ്ടായത്, തിരയടിച്ച് കയറുന്ന സാഹചര്യമുണ്ടായത്. ജിയോ ബാഗുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ആ ജിയോ ബാഗുകളുടെ മുകളിൽ കൂടിയാണ് തിര വീടുകളിലേക്ക് കയറുന്നത്. വീടുകൾ പലതും അടിത്തറയടക്കം പോയി നിൽക്കുന്ന സാഹചര്യമാണ്. 1-2 വീടുകൾ ഏത് സമയത്തും നിലംപൊത്താവുന്ന സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ കല്ലുകൾ ഇട്ടിവർ ഇതിന്റെ പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ശാശ്വതമല്ല എന്നാണ് ആളുകൾ പറയുന്നത്. കാരണം കൂടുതൽ കല്ലുകൾ നിരത്തി ഈ കടലാക്രമണം രൂക്ഷമാകുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. രണ്ടു ദിവസമായിട്ട് ഭയങ്കരമായ രൂക്ഷമായ കടലേറ്റമാണ്. സാധാരണ ഈ കഴിഞ്ഞ കൊല്ലത്തേനിലൊക്കെ ഭയങ്കരമായ കയറ്റമാണ് ഈ പ്രാവശ്യം 2 ദിവസമായിട്ട് വന്നേക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽ ഭിത്തി, അവിടുത്തെ ടെട്രോപോഡിന്റെ പണി ഇങ്ങോട്ട് നീണ്ടു വരണം. എന്നാലും ഞങ്ങൾക്ക് ഇവിടെ ഇപ്പൊ ഈ ഒരുപാട് വീടുകൾ കിഴക്കോട്ടൊക്കെ ഉണ്ട്. ഈ 2 വീടുകളുടെ ഒരു ബലത്തിൽ ഇങ്ങനെ അങ്ങോട്ട് എല്ലാം നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് വീടിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ കിഴക്കോട്ട് ഇത് എല്ലാവർക്കും ബാധിക്കും. കഴിഞ്ഞ 2-3 ദിവസമായി ഇത് തന്നെയാണ് സാഹചര്യം. വൈകുന്നേരമാകുമ്പോഴത്തേനും ശക്തമായ തിരയാണ് വരുന്നത്. അത് വീടിനുള്ളിലേക്ക് കയറുന്നു, വീടിന്റെ അടിത്തറ വരെ ഇളകിപ്പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും അടിയന്തരമായി ഇതിൽ ഇടപെടൽ വേണമെന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ നിഖിൽ നിളയ്ക്കൊപ്പം എബിൻ ജോസ്, 24 കൊച്ചി.